ആടുജീവിതം സിനിമ ഭയങ്കര എക്സൈറ്റ്മെന്റോടെയും ഭയങ്കര പ്രതീക്ഷയോടെയൊക്കെയാണ് കണ്ടത്. അപ്പോൾ സിനിമ റിലീസാവണത് കൊണ്ട് തന്നെ തിങ്കളാഴ്ച ഞാൻ ഒന്നുകൂടെ ഈ ബുക്ക് വായിച്ചു. എനിക്ക് ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്നുകൂടെ ഒന്ന് അറിയണമായിരുന്നു. സിനിമയിൽ ഇനി ഞാൻ ആരെങ്കിലും കണ്ട് വിട്ടുപോയി കഴിഞ്ഞാൽ അത് കൊള്ളാണ്ടാവും വെച്ചാൽ എനിക്ക് കാണുമ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം, ഒന്നുകൂടെ ഇതൊക്കെ കാണുന്നതിന് മുന്നേ എല്ലാം സെറ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ബുക്ക് വായിച്ചത്. കാരണം അതുപോലെയുള്ള ഹൈപ്പാണ്, അതുപോലെയുള്ള പ്രൊമോഷൻസ് ആണ് സിനിമയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബുക്ക് വായിച്ചു, ഇന്നലെ സിനിമയ്ക്ക് പോയി. അപ്പോൾ ആദ്യം സിനിമയുടെ ആദ്യം സിനിമയുടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു നടൻ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്, അതായത് പുള്ളി എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ വന്നത്. എന്നുവെച്ചാൽ പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ഒരു വർക്കായിരുന്നു. അതുപോലെ അപ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അത് വലിയൊരു പോസിറ്റീവാണ്, വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ സിനിമയിൽ വേറെ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. അതായത് ഇപ്പം നാട്ടിൽ നിന്ന് മരുഭൂമിയിലേക്ക് ഉള്ള വിഷ്വൽസ് മാറി മാറി വരുമ്പം ഉണ്ടാകുന്ന ചില ട്രാൻസിഷൻസ് ഉണ്ടായിരുന്നു. ഈ ട്രാൻസിഷൻ ഷോട്ടുകളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നല്ല കാണുമ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടാണ് ആ ട്രാൻസിഷൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇതിലെ പോസിറ്റീവ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹക്കീമിൻ്റെ ആക്ടിങ് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതുപോലെ ആക്ടേഴ്സ് എല്ലാം അത്യാവശ്യം ഓക്കെ ആയിരുന്നു. പിന്നെ അർബാബായി വന്ന 2 അർബാബുമാരും നല്ലതായിരുന്നു. പ്രത്യേകിച്ച് അതിൽ പൃഥ്വിരാജിനെ ഉപദ്രവിക്കുന്ന ഒരു അർബാബുണ്ട്, പുള്ളിനെ തട്ടിക്കൊണ്ടുപോകുന്ന, ഇവരുടെ ക്യാരക്ടേഴ്സിനെ തട്ടിക്കൊണ്ടുപോകുന്ന അർബാബ്. ആ അർബാബ് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഖാദരിയായിട്ട് വന്ന ആള്, അദ്ദേഹം ഭയങ്കര രസമായിട്ടാണ് ഇബ്രാഹിം ഖാദരിയുടെ റോള് കൈകാര്യം ചെയ്തത്. നമുക്ക് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രൊട്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഹക്കീം പറയണ പോലെ ഒരു മോശയുടെ എഫക്റ്റ് തന്നെയായിരുന്നു ഈ ഇബ്രാഹിം ഖാദരി എന്ന് പറഞ്ഞ ക്യാരക്ടറും നമുക്ക് സ്ക്രീനിൽ തന്നത്. സിനിമയിലെ പാട്ടുകൾ നല്ല പാട്ടുകളായിരുന്നു, ഉണ്ടായിരുന്ന സോങ്സ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റി പറയാം, എന്നാലും അടിപൊളിയായിരുന്നു. ചില ഇൻസ്റ്റൻസിലൊക്കെ സൂപ്പറായിരുന്നു. അപ്പം അത് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ്. സിനിമയിൽ ഹിന്ദിക്കാരൻ്റെ റോള് കൈകാര്യം ചെയ്ത ആക്ടർ, അദ്ദേഹം അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഡയലോഗ് ഡെലിവറി ആയാലും ആക്ടിങ് ആയാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മേക്കപ്പ് പൃഥ്വിരാജിൻ്റെ മേക്കപ്പിന് ഒന്നും പറയാനില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുവെച്ചാൽ അത്രയും നമുക്ക് മേക്കപ്പ് ഒന്നും തോന്നാത്ത രീതിയിൽ, അതുപോലെ ഈ നമ്മൾ സൺടാനൊക്കെ അടിച്ച് നമ്മുടെ മുഖം കരിവാളിക്കില്ല, അതിൻ്റെ എക്സ്ട്രീം കരിവാളിപ്പാണ് പൃഥ്വിരാജിൻ്റെ ഫേസിൽ വരുന്നത്. അപ്പം അത് മേക്കപ്പ് സൂപ്പറായിട്ടാണ് ചെയ്തത്. പൃഥ്വിരാജിൻ്റെ മാത്രമല്ല, ഈ പറഞ്ഞ ഹിന്ദിക്കാരൻ്റെയും ഒക്കെ മേക്കപ്പ് എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തത്. പിന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ മുടിയാണെങ്കിലും നഖമാണെങ്കിലും പിന്നെ ഇവരുടെ ചുണ്ട് വെള്ളം കുടിക്കാതെ ചുണ്ട് കളർ മാറുന്ന അതെല്ലാം പെർഫെക്ഷനാണ്. വെച്ചാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഈ പൃഥ്വിരാജിൻ്റെ ഹെയർ സ്റ്റൈല്, മീശ വെട്ടിയ രീതി, പിന്നെ എവിടെയൊക്കെയോ റിയൽ നജീബിൻ്റെ ഒരു സാദൃശ്യം വരുന്ന രീതിയിലാണ് ഈ മേക്കപ്പ് അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മേക്കപ്പിന് പിന്നെ പ്രത്യേകിച്ച് അവസാനത്തെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ഈ നജീബ് രക്ഷപ്പെട്ടു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു ലാസ്റ്റ് ഒരു 15 to 20 minutes ആ സമയത്തുള്ള മേക്കപ്പും ഈ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും നജീബുമായിട്ട് സിമിലാരിറ്റി തോന്നുന്ന രീതിയിലുള്ള മേക്കപ്പാണ്. അതായത് അടിപൊളിയായിരുന്നു, മേക്കപ്പ് ഭയങ്കര സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഡ്രസ് കോസ്റ്റ്യൂംസ് അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ കോസ്റ്റ്യൂംസിനെ പറ്റി ഒന്നും പറയാനില്ല. ചെരുപ്പ്, അതുപോലെ എല്ലാം, പുള്ളിയുടെ ഷർട്ട്, പാൻറ് എല്ലാം സൂപ്പറായിട്ട് തന്നെയാണ് പോയത്. പിന്നെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ കോസ്റ്റ്യൂംസ് ആൻഡ് മേക്കപ്പ് പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ മേക്കപ്പും നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ആ ഹിന്ദിക്കാരൻ്റെ, അയാളുടെയും ഇതുപോലെ ഒരുപാട് വർഷം മരുഭൂമിയിൽ നിന്ന ഒരാളുടെ എങ്ങനെയാണോ അയാൾ മാറുന്നത് അതെല്ലാം കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മേക്കപ്പ് കോസ്റ്റ്യൂംസ് എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിരുന്നു. മലയാളത്തിൻ്റെ തന്നെ ഗതി മാറ്റിമറിക്കുന്ന, അതായത് മഞ്ഞുമൽ ബോയ്സ് വന്നപ്പം മലയാളത്തിൻ്റെ ഗതി മാറ്റിമറിക്കുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ ഗതി മാറ്റിമറിക്കുന്ന ഒരു സിനിമ. അതുപോലെ ഓസ്കാറിലേക്ക് മലയാളത്തിൽ നിന്ന് പോകേണ്ട ഒരു സിനിമ, ഒരുപാട് അവാർഡുകൾ പല രീതിയിൽ വാരിക്കൂട്ടേണ്ട ഒരു സിനിമ. ഇങ്ങനെയെല്ലാമുള്ള കുറേ ആളുകളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ സിനിമയിലെ തന്നെ പ്രവർത്തകരുടെയും പിന്നണി പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ, ഇതിനെല്ലാമുള്ള ഒരു സിനിമ
ആണോ ആടുജീവിതം എന്നുള്ളതാണ് നമ്മൾ ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ബെന്യാമിൻ്റെ ബുക്ക് വായിച്ച ഈ ഒരു ഫീലിങ്ങും അതിൻ്റെ ക്യാരക്ടർ കണക്ഷനും അതിൻ്റെ ഒരു വിഷമം എല്ലാം നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയോ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ സിനിമ തുടങ്ങിയപ്പോൾ ഓക്കെ ആയിരുന്നു, നമുക്ക് നല്ല രസമായിട്ടാണ് സിനിമ തുടങ്ങിയത്. നമുക്ക് ആ ബുക്ക് വായിച്ച അതേ ഒരു പ്ലോട്ടിലും ആ ഒരു ഫീലിലുമാണ് സിനിമ തുടങ്ങിയത്. പിന്നെ ബുക്കിൽ ഈ സിനിമ ആദ്യം തുടങ്ങുന്ന ഈ നജീബും ഹമീദും പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ പിടികൊടുത്ത് അർബാബ് നജീബിനെ കാണുന്ന ഒരു പ്ലോട്ടിലാണ്. അതായത് സിനിമയിലെ അവസാനത്തെ സീനാണ് ബുക്കിൽ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ബുക്ക് എല്ലാവരും മോസ്റ്റ്ലി മിക്ക ആൾക്കാരും ബുക്ക് വായിച്ചതുകൊണ്ടും ഇതിൻ്റെ എൻഡിങ് എന്താണെന്ന് പ്രഡിക്റ്റബിൾ ആയതുകൊണ്ടും അങ്ങനെ ഒരു പ്ലോട്ടിലല്ല സിനിമ തുടങ്ങിയത്. സസ്പെൻസ് ഒന്നും ഇല്ലാതെ അതിൻ്റെ ഡയറക്റ്റ് സ്റ്റോറിയിലേക്കാണ് ഈ സിനിമ വന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു വ്യത്യാസവും തോന്നിയില്ല. എന്ന് വെച്ചാൽ സിനിമയ്ക്ക് അവിടെ യാതൊരു വിധ വ്യത്യസ്തതയും എന്ന് വെച്ചാൽ ബുക്കിൽ നിന്ന് മാറി സിനിമ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു നെഗറ്റിവിറ്റിയും ആ സിനിമയ്ക്ക് വന്നിട്ടില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും സിനിമയിൽ മസറയിലെത്തുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്, ഏറ്റവും നെഗറ്റീവ് അല്ല, എനിക്ക് അതിൽ കൺവേയിങ് അല്ലാതെ തോന്നിയത്, ബുക്ക് വായിച്ച് ഞാൻ ആടുജീവിതത്തിൻ്റെ വലിയൊരു ഫാൻ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ സിനിമ ഒരുപാട് എക്സ്പെക്റ്റേഷനിലും ആളുകൾക്ക് ഇത്രയും കാര്യമായിട്ട് പറയുന്നത് കൊണ്ടും ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് തോന്നിയ കാര്യം, ആടുജീവിതത്തിലെ നജീബിൻ്റെ ഉറക്കത്തിൻ്റെ രീതി ഭയങ്കര കൃത്യമായിട്ടാണ് പറയുന്നത്. അതായത് പുള്ളി തണുപ്പത്താണ് ഉറങ്ങാറ്, കട്ടിലിലെ ഓരം പിടിച്ചാണ് ഉറങ്ങാറ്. ആ ഹിന്ദിക്കാരൻ്റെ കട്ടിലിൽ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഈ നജീബ് ഇത് യൂസ് ചെയ്യാറെന്നൊക്കെയാണ് പറയാറുള്ളത്, ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഈ ഉറക്കത്തിൻ്റെ കാര്യം കുറച്ചധികം എക്സ്പ്ലനേഷനും ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സിനിമയിലേക്ക് മാറുമ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ നജീബ് കിടന്നുറങ്ങുന്ന ഒരു പഴയ വണ്ടിയിലാണ്. അതായത് ഒരു റൂഫുള്ള ഒരു വണ്ടി, ഒരു നമുക്ക് അൺകംഫർട്ടബിൾ എന്നുള്ള ഇത് തോന്നിക്കാം, പക്ഷെ ബുക്കിൽ പറഞ്ഞ അത്ര എക്സ്ട്രീം ലെവല് തോന്നാത്ത രീതിയിലുള്ള ഒരു പിക്ചറിലാണ് സിനിമയിലെ നജീബ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അതെനിക്ക് ഫസ്റ്റ് എന്നെ അതാണ് സ്ട്രൈക്ക് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഒരു എന്നാലും നജീബിനെ ഈ നമ്മൾ ഫസ്റ്റ് കാണുന്നുണ്ട്, അതായത് ഈ ഹിന്ദിക്കാരൻ ഉറങ്ങുമ്പോൾ അവിടെ വലിയൊരു പൊടിക്കാറ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവങ്ങളൊന്നും സിനിമയിൽ കാണിച്ചില്ല എന്നുള്ളത് എന്നെ ഒത്തിരി ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട കാര്യമാണ് ഉറക്കവും ഫുഡും. അപ്പം ഇതിൽ ഉറക്കത്തിൻ്റെ കാര്യം നജീബ് അൺകംഫർട്ടബിൾ ആയിരുന്നു. ഈ അൺകംഫർട്ടബിലിറ്റി സിനിമയിൽ എത്രമാത്രം വന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. പിന്നെ ഇതിൽ വരുന്ന അതായത് നജീബ് പല സമയത്തും നാട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ ഈ നാട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുന്ന ഈ ഒരു സമയത്ത് ഫസ്റ്റ് ആലോചിക്കുന്ന നജീബ് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു ആലോചിക്കുമ്പോൾ ഉള്ള കുറച്ച് വിഷ്വൽ സീൻസ് ആയിട്ട് വരുന്നത്. അതായത് ചക്ക വറുത്തത് എടുത്ത് വയ്ക്കുന്ന അമല പോളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതുപോലെ പുള്ളി പൈസ കൊടുക്കുന്ന കാണിക്കുന്നു, പൈസ വാങ്ങുന്ന ഏജന്റിന്റെ കാര്യമൊക്കെ കാണിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ പുള്ളി ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിയെന്നുള്ള കാര്യം ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് കൺവേയിങ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാട്ടിലുള്ള സീൻസ് വരുന്നുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 5 to 6 minutes ആ സീൻസ് ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ റെലവൻസ് ആ സിനിമയിൽ എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. കാരണം ഈ 5 to 6 സീൻസിൽ ബുക്കിലുള്ള വേറെ നജീബ് കഷ്ടപ്പെടുന്നതിൻ്റെ വേറെ എന്തോരം കാര്യങ്ങൾ നമുക്ക് ആ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നജീബ് മെയിനായിട്ട് ആടുകളോടാണ് അന്ന് സംസാരിക്കാറുള്ളതെന്ന് റിയൽ നജീബും പറഞ്ഞിട്ടുണ്ട്, ബുക്കിലും പറയാറുണ്ട്. ഓരോ ആടുകളെയും പേരിട്ട് വിളിക്കാറുണ്ട്, ഓരോ ആടുകളോടും സംസാരിച്ചാണ് പുള്ളിയുടെ ഒറ്റപ്പെടൽ പുള്ളി മാറ്റിയിരുന്നതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സീൻസും ഞാൻ കണ്ട ആടുജീവിതത്തിൽ ഇല്ലായിരുന്നു. നിങ്ങൾ കണ്ട ആടുജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. കാരണം ഭയങ്കര എനിക്ക് തോന്നിയത് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ഈ സിനിമ പോയതെന്നാണ്. അത് കുറച്ച് ആടിൻ്റെ കൂടെയുള്ള സീൻസ് ഉണ്ടായിരുന്നു, എന്നാലും ആ ഒരു ബുക്കിലെ നജീബ് എല്ലാം നമുക്ക് ബുക്കിലുള്ള പോലെ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോൾ പറയും. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ആടിനെ പേരിട്ട് വിളിക്കുന്ന നജീബിൻ്റെ മോനുണ്ടായ സമയത്ത് ഇവിടെ ഒരു ആട്ടിൻകുട്ടി ഉണ്ടായി, ആ ആടിനെ പേരിട്ട് വിളിക്കുന്നത്, അതുപോലെ ബാക്കി ആടുകൾ പേരിട്ട് വിളിക്കുന്ന, പുള്ളിക്ക് വിഷമാവുമ്പോൾ നജീബ് സംസാരിക്കുന്നത്, ഇതൊക്കെ ആടുകളോടാണ്. ഇതിൽ
നജീബ് ആളുകളോട് സംസാരിക്കുന്ന സീൻ എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല. ആകെ സിനിമയിലെ നജീബ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ആളുകൾ നടക്കാൻ വേണ്ടി, പിന്നെ മഴ വരുമ്പോൾ കയറി പോകുന്നു പറയുന്നുണ്ട്. അല്ലാതെ ഒരു കണക്ഷനിൽ ആളുകളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടൽ മാറ്റാൻ ആളുകളോട് സംസാരിക്കുന്ന എവിടെയാണെന്നൊന്നും ഞാൻ കണ്ടില്ല. ഇതൊക്കെ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിനിമയിൽ ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് സിനിമയിലും ഉണ്ടാവുമെന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാൻ പോയത്. ഇനി ബുക്ക് വായിച്ചില്ലെങ്കിൽ കൂടി, ബുക്ക് വായിക്കാത്ത ആളുകളാണെങ്കിൽ കൂടി ഈ ആടുകളും ഈ നജീബും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കണമല്ലോ. നജീബിന്റെ ഒറ്റപ്പെടൽ എങ്ങനെയാണ് മാറിയതെന്ന് പോലും അവിടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. ആടിന്റെ കൂടെ ജീവിക്കുന്നതും ആടുമായിട്ടുള്ള ഇന്ററാക്ഷനും ആടിലെ ഒരാളായി ഒരു മനുഷ്യൻ ആടായി മാറുന്ന പോലത്തെ ഒരു, അതാണല്ലോ ആടുജീവിതം. പക്ഷേ ഈ ആടുജീവിതം സിനിമയിൽ ഈ ആടുജീവിതം എത്രമാത്രം കാണിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമാണ്. കാരണം ഫസ്റ്റ് ഹാഫില് മരുഭൂമിയിലുള്ള ഇൻസ്റ്റൻസുകളും നാട്ടിലുള്ള ഇൻസ്റ്റൻസുകളും ഒരുപാട് മാറി മാറി കാണിക്കുകയായിരുന്നു. ഇതിൽ നാട്ടിലുള്ള ഇൻസ്റ്റൻസുകൾ എത്രമാത്രം റെലവൻ്റ് ആണെന്നുള്ള കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര എന്താ പറയുക, മാറ്റി മരുഭൂമിയിലേക്കൊന്ന് കൊണ്ടുവരുമോ എന്ന് പറയുന്ന രീതിയിലായിപ്പോയി. അതാണ് എനിക്ക് തോന്നിയത്. പല സമയത്തും ഇവർക്ക് ആ മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടാണോ ഇതുപോലത്തെ സീൻസ് വിട്ട് കളഞ്ഞത്, അതായത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീൻസ് വിട്ട് കളഞ്ഞതെന്നാണ് എൻ്റെ വന്നപ്പം. അതിൽ ഫുള്ള് സർവൈവലായിരുന്നു. അപ്പോഴത്തേനും പൃഥ്വിരാജിൻ്റെ ബോഡിയൊക്കെ ശരിക്കും മെലിഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് പൃഥ്വിരാജിൻ്റെ ബോഡി പോയിരുന്നു. അപ്പം നജീബിൻ്റെ ഫിസിക്കൽ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഈ സർവൈവലിൻ്റെ ഇടയ്ക്ക് റിപ്പീറ്റഡ് ഷോട്ട്സിന്റെ ഒരു അയ്യരുകളിയായിരുന്നു. അതായത് പൃഥ്വിരാജ് വീഴുന്നു, അത് കഴിഞ്ഞ് എണീക്കുന്നു, എണീക്കുന്നു. ഇവൻ ഫുൾ ആണോ എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെവിടെ ഇവൻസ് എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ ഇവർ ഈ സർവൈവലിൻ്റെ ടൈമിൽ അത് എക്സ്പ്ലനേഷൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ സിനിമയിലും ഇങ്ങനെ കുറെ കൂടി നന്നായിട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷെ ഇതെപ്പോഴും വീഴുന്നത് നടക്കുന്നത് ഒരുപാടായി. പക്ഷെ ആ വീഴുന്നത് നടക്കുന്നതും ഒന്ന് കംപ്രസ് ചെയ്തിട്ട് പൃഥ്വിരാജിന്റെ മസറയുടെ ലൈഫ് കാണിക്കുകയായിരുന്നെങ്കിൽ, പൃഥ്വിരാജിന്റെ അല്ല നജീബിന്റെ മസറയിലെ ലൈഫ് കുറച്ച് അധികം കാണിക്കുകയായിരുന്നു, നമുക്ക് ക്യാരക്ടർ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മസറയിലെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ടൈം എടുത്ത് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ തീരെ കുറവെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീരെ കുറവായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഈ അർബാബിന്റെ ക്രൂരതകൾ, അർബാബിന്റെ ക്രൂരതകളാണെന്ന് തോന്നുന്ന രീതിയിലേക്ക് എന്താ പറയുക, ആ സിനിമ അതിനെ ഫസ്റ്റ് ഹാഫിൽ കൺവീങ് ആയോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ഈ അർബാബ് ഒരു ക്രൂരനായിട്ടുള്ള, ഒരു വൃത്തിയില്ലാത്ത, ഒരു മൊഷടനായിട്ടുള്ള അങ്ങനത്തെ ഒരാളാണ്. ഇത് എത്രമാത്രം ആ അർബാബ് ചെയ്തത് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷെ അത് എത്രമാത്രം അയാൾക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സെക്കൻഡ് ഹാഫിൽ ഒരുപാട് റിപ്പീറ്റഡ് ഷോട്ട്സ് പോയപ്പോൾ ഇതൊന്ന് കുറച്ച് ആ മസറയിലെ ലൈഫ് ഒന്ന് കുറച്ചധികം കാണിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ നജീബിനോട് കുറച്ചുകൂടി ഒരു സഹതാപോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഇഷ്ടവും തോന്നിയേനെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്യാരക്ടർ കണക്ഷൻസ്. ഈ ക്യാരക്ടർ കണക്ഷൻസിനുള്ള ഒരു ടൈം ഗ്യാപ്പ്, ഇപ്പം സിനിമ കണ്ട് ഇറങ്ങിയവരെല്ലാം കരഞ്ഞു എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ രൂപം കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരാള് ഭയങ്കര ലീൻ ആയിട്ടിരിക്കുമ്പോൾ ഉള്ള ഒരു അറ്റയർ ഉണ്ടല്ലോ, അത് കണ്ടിട്ടാണ് കരഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരല്ല, ആ തിയേറ്ററിൽ ഫുള്ളുള്ള ആൾക്കാർ കരയുന്നത് ഞാൻ കണ്ടില്ല. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇറങ്ങിയത്. കാരണം ഈ ക്യാരക്ടർ കണക്ഷൻ, നജീബിനോ നമുക്ക് ബുക്കിലൊരു ക്യാരക്ടർ കണക്ഷൻ കിട്ടുന്നുണ്ട്. വേണ്ട, സിനിമയാണ്, 2.5 മണിക്കൂറാണ്. എന്നാലും ഈ മസറയുടെ ലൈഫ് കുറച്ചുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ആടുകളുമായിട്ടുള്ള പാർട്ട് കുറച്ചുകൂടി ഒന്ന് കൂട്ടിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ക്യാരക്ടർ കണക്ഷൻ നമുക്ക് കിട്ടിയാണ്. ഇത് ക്യാരക്ടർ കണക്ഷൻ പോയിട്ട് നജീബിന്റെ ക്യാരക്ടറിനോട് ഒരു കാ പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഹക്കീമും ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു പ്രായം കുറഞ്ഞ, പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതക്കുറവുകളുള്ള ഒരാളാണ് ഹക്കീം. ഇത് തുടക്കത്തിൽ ഒരു 5 മിനിറ്റ് ഹക്കീമിനെ കാണിച്ചിട്ട് പിന്നെ ഹക്കീം എപ്പോഴാണ് വരുന്നത്? ബുക്കിൽ ഹക്കീമിനെ നജീബ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ഇവിടെ ഹക്കീമിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറില്ല എന്നുള്ളത് മാത്രമല്ല, ഹക്കീമിനെ പിന്നെ ഒരു പൊടി പോലും ഹക്കീമിനെ കാണാനില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും സീൻസ്, ഈ നാട്ടിലെ സീൻസിന്റെ 5-6 മിനിറ്റ് നാട്ടിലെ സീൻസ് എന്തിനാണ് ഒരു പാട്ടും സീനും ഒക്കെ കൂടി വെച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. പൃഥ്വിരാജ് നജീബ് നാട്ടിൽ കുളിക്കുന്ന കാണിക്കാനാണോ അതോ വെള്ളത്തിൽ കുറെ നേരം നിൽക്കുന്ന കാണിക്കാനാണോ ഈ ഷോർട്സ് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഹക്കീമിന്റെ വേറൊരു ഹക്കീമായിട്ട് ആക്ട് ചെയ്ത ആൾ നന്നായിട്ടാണ് ആക്ട് ചെയ്തത്. കെയർ ഗോകുൽ അടിപൊളിയായിട്ടാണ് അത് ചെയ്തത്. പക്ഷെ ഈ ഹക്കീമിന്റെ ക്യാരക്ടറിനോട് എത്രമാത്രം കണക്റ്റഡ് ആയി എന്നുള്ളത് എനിക്ക് സംശയമാണ്. പിന്നെ വേറൊരു കാര്യം, മേക്കപ്പ് ചെയ്ത ആളുകൾ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ ഹക്കീമിന്റെ കാര്യത്തിൽ വന്നപ്പോൾ ഹക്കീമിന്റെ മേക്കപ്പ് എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് വന്നു എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാരണം അത്രയും വർഷം മരുഭൂമി കിടന്ന ഹക്കീമിന്റെ ഹെയർ സ്ലീക്ക് ആയിട്ടാണ് കിടന്നത്. നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തിട്ട് പോലെയാണ് ഹക്കീമിന്റെ ഹെയർ കിടന്നത്.
പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ രീതി. ഇപ്പം ഇത്രയും നാൾ ഇറങ്ങിയ സിനിമ ബ്രഹ്മയുഗം, പ്രേമല്, മഞ്ഞുമൽ ബോയ്സ് ഇതെല്ലാം ഹിറ്റ് സിനിമകളാണ്, എല്ലാത്തിനും നല്ല റിവ്യൂസ് കിട്ടിയ സിനിമകളാണ്. ഈ സിനിമകൾ വെച്ച് നോക്കണ്ട. എന്നാലും ഇതിന്റെയൊക്കെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാരക്ടറിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. ആട് ജീവിതത്തിൽ സ്റ്റോറി ടെല്ലിംഗ്, സിനിമയിലെ സ്റ്റോറി ടെല്ലിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നജീബിനോട് ഒരു കണക്ഷൻ കിട്ടുന്ന സമയത്ത് അയ്യോ നജീബ് പാവം, നജീബിനെ അടിച്ചു, അല്ലെങ്കിൽ നജീബിനെ ഇനി കഷ്ടപ്പാടാണല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോഴത്തേനും ആ സീൻ അവിടെ കട്ട് ചെയ്ത് വേറെ സീനിലേക്കാണ് പോകുന്നത്. നമുക്ക് എവിടെ അവിടെ ക്യാരക്ടർ കണക്ഷൻ കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നജീബിന്റെ ഒരു വിഷമം കണ്ട് നമുക്കൊരു സിമ്പതി തോന്നിയ ക്യാരക്ടറിനോടൊരു ഇമോഷണൽ സാധനം വരുമ്പോഴത്തേനും അത് കട്ട് ചെയ്ത് വേറെ എവിടെയൊക്കെയാണ് പോകുന്നത്. ഇങ്ങനത്തെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് അയാളോടൊരു ഇഷ്ടം തോന്നുന്നതിന് മുന്നേ അയാളോടുള്ള എല്ലാ എന്താ പറയാ ആ ഒരു ഇതും വിട്ടുപോവാണ്. പുള്ളിയോടുള്ള ആ ഒരു എന്താ ആ ക്യാരക്ടർ കണക്ഷൻ ആവുമ്പോഴത്തേനും അത് കട്ട് ചെയ്ത് പോവാണ്. സൈനുടെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ എത്രമാത്രം ടൈം ആ സിനിമയിൽ സൈനിൽ കൊടുക്കുന്നുണ്ടായിരുന്നു മനസ്സിലായിരുന്നു. സൈനുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല ടൈം കൊടുത്തിട്ടുണ്ട്, സൈനുടെ ക്യാരക്ടർ നല്ല ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഒരു ക്യാരക്ടർ ഒരു സീൻ പോയി കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സീനും ഇല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. അതായത് ഒരാൾ കൈയടിക്കുമ്പോൾ ബാക്കി എല്ലാവരും കൈയടിക്കും, ഒരാൾ വിഷമിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിഷമിക്കും. അത് സ്വയം എക്സ്പ്രസ് ചെയ്യാനുള്ള പേടി കൊണ്ടാണോ അത് വേറെ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിയില്ലാന്ന് തോന്നുമോ എന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണതെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഈ ഫസ്റ്റ് ഒരാൾ കൈ അടിക്കുമല്ലോ, ഈ കൈ അടിപ്പിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് PR അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ, പബ്ലിക് റിലേഷൻ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എനിക്കറിയില്ല, ഇത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് കണ്ടിറങ്ങിയപ്പോഴും ബ്രഹ്മയുഗം കണ്ടിറങ്ങിയപ്പോഴും പ്രേമല് കണ്ടിറങ്ങിയപ്പോഴും ഒക്കെയുള്ള എക്സ്പ്രഷൻസ് ഒന്നും ഞാൻ ആരിലും കണ്ടില്ല. ഞാൻ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഞാൻ ബുക്ക് വായിച്ച ഒരാളാണ്, ഇത്രയും പ്രൊമോഷൻസ് കണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് സിനിമ കാണാൻ പോയ ഒരാളാണ്. ഇപ്പോഴും ഇപ്പം പൃഥ്വിരാജിന്റെ ഒരു ഡെഡിക്കേഷനാണ് സിനിമ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനിമ സക്സസ്ഫുൾ ആണ്. പക്ഷെ ആടുജീവിതം എന്ന് പറഞ്ഞൊരു ബുക്കാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എനിക്കത് എത്രമാത്രം സക്സസ്ഫുൾ ആയെന്ന് പറയാൻ പറ്റില്ല. ആടുജീവിതത്തിൽ ബെന്യാമിൻ നജീബിന്റെ കഷ്ടപ്പാടുകളും നജീബിന്റെ ബുദ്ധിമുട്ടുകളുമാണ് എഴുതി നമ്മളെ കരയിച്ചത്. ഇവിടെ നജീബ് എന്ന് പറഞ്ഞ രീതിയിൽ ആക്ട് ചെയ്ത പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ കണ്ടാണ് എല്ലാവരും കരഞ്ഞതെന്ന് എനിക്ക് തോന്നണേ. ഇതാണോ ശരിക്കും ശരി വേണ്ട, ആടുജീവിതം എന്ന് പറഞ്ഞ ആടിന്റെ ജീവിതം കാണിക്കുന്നതിൽ എത്ര സീൻസ് ആടിന്റെ ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് നോക്കിയാൽ മതി. എത്ര സീൻസ് ആടിന്റെ ഉണ്ട് ആ സിനിമയിൽ. അതുപോലെ ഇത് ആടുജീവിതമാണോ അതോ ഒട്ടകങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഒട്ടകങ്ങളെ കാണിക്കുന്നുണ്ട്, അത്രയും പോലും ആടുകളെ കാണിക്കണില്ലാന്ന് എനിക്ക് തോന്നുന്നു. ആടുകളുമായിട്ടുള്ള സീൻസ് തീരെ ചുരുക്കമായിരുന്നു. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഒരു റിയൽ സ്റ്റോറിയാണ്. അത് അവരുടെ രീതിയിലാക്കി ആ സ്റ്റോറി ഒരു സിനിമാവൽക്കരിച്ചപ്പോൾ അത് നല്ല സക്സസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു സിനിമ എന്നുള്ള രീതിയിൽ. പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ഇത്രയും വിഷമിപ്പിക്കുന്ന ഒരു ബുക്ക് ഇങ്ങനെ ആക്കിയതിന് ഓസ്കാർ കിട്ടണം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല സീരിയസ്ലി. 16 വർഷത്തെ ഒരു അറ്റംപ്റ്റ് ഉള്ള ഒരു സിനിമയാന്ന് പറഞ്ഞ് അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും അതിൻ്റെ സ്റ്റോറി പ്ലോട്ട് ചെയ്യുന്ന രീതിയും അട്ടർ ഡിസാസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു രീതിയിലായി കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് നോക്കാമെന്നേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. റിയലി ഡിസപ്പോയിൻറ്റഡ്. താങ്ക് യു.